തൃശൂർ കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിൽ. എറണാകുളം കൂനമ്മാവിലെ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട 3 പേരാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശി സുദർശന് അഗതി മന്ദിരത്തിലെ സഹ അന്തേവാസിയുടെ മർദ്ദനത്തിൽ നിന്നും ജനനേന്ദ്രിയത്തിനും കണ്ണിനും പരിക്കേറ്റിയിരുന്നു. വിവരങ്ങളുമായി നടരാജ് ചേരുന്നു. നടരാജ്, എന്താണ് ഈ മർദ്ദനത്തിന് കാരണം? ഈ പ്രതികളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ യുവാവ് വളരെ വലിയ പരിക്കുകളോടുകൂടി ചികിത്സയിൽ കഴിയുന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത്. കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് ഇയാളെ നഗ്നനായി വളരെ ഗുരുതരാവസ്ഥയിൽ പോലീസ് റോഡരികിൽ വെച്ച് കണ്ടെത്തിയത്. ഇയാളുടെ ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റിരുന്നു, കാഴ്ചശക്തി നഷ്ടമായിരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന കാര്യം പോലീസ് പരിശോധിച്ചിരുന്നു. ആ അന്വേഷണത്തിലാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് തുടരന്വേഷണം നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇയാൾ കൂനമാവ് കേന്ദ്രീകരിച്ചുള്ള ഒരു അഗതി മന്ദിരത്തിലെ അന്തേവാസിയായിരുന്നു എന്നാണ് കൊടുങ്ങല്ലൂർ പോലീസ് പറയുന്നത്. ഇയാളെ അന്തേവാസികൾ അവിടെ വെച്ച് മർദ്ദിച്ചു. അതിക്രൂര മർദ്ദനത്തിനാണ് ഇയാൾ ഇരയായത്. അതിനുശേഷം ഇയാൾക്ക് ചികിത്സ നൽകാതെ അന്തേവാസി കേന്ദ്രം, അത് അഗതി മന്ദിരം നടത്തുന്നവർ കൊടുങ്ങല്ലൂരിൽ അവരുടെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ചില CCTV ദൃശ്യങ്ങളും തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം കൂനമ്മാവിലെ അഗതി മന്ദിരവുമായി ബന്ധപ്പെട്ട 3 പേരാണ് കസ്റ്റഡിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇദ്ദേഹത്തെ മർദ്ദിച്ചവരും അതുപോലെ തന്നെ ചികിത്സ നൽകാതെ ഉപേക്ഷിച്ചവരും ഇതിൽ പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. 3 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ യുവാവ് സുദർശൻ എന്ന യുവാവ് ആലപ്പുഴ സ്വദേശിയാണ്. ഇയാളുടെ ട്രാക്ക് റെക്കോർഡും അത്ര ഭേദപ്പെട്ടതല്ല എന്നുള്ളതുണ്ട്. ഒരു കൊലക്കേസ് പ്രതിയാണ് ഇയാൾ. മാത്രമല്ല സ്ഥിരമായി സ്ത്രീകളെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്തതിനും മറ്റ് കേസുകളിലും ഇയാൾ പലപ്പോഴും പ്രതിയായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരാളാണ്. ഇയാൾ അഗതി മന്ദിരത്തിൽ എത്തിയത് കുടുംബം വേണ്ട രീതിയിൽ ഇയാളെ സംരക്ഷിക്കാതെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നുണ്ട്. ഇയാളെ ഇത്തരത്തിൽ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഫാസ്റ്റ് ന്യൂസിലേക്കാണ്. CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. SIFO അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത്. CMRLന്റെയും SFIOയുടെയും വാദവും കേൾക്കും. നവീകരണത്തിനായി കൊച്ചി കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് GCDAക്ക് ഔദ്യോഗികമായി മന്ത്രിയുടെ കത്ത് ലഭിച്ചു. സെപ്റ്റംബർ 25 ചേർന്ന GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്താണ് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്നും വിശദീകരണം. കൊച്ചി തോപ്പുംപടിയിൽ ഓട്ടോ ഡ്രൈവർ കായലിലേക്ക് ചാടി. മട്ടാഞ്ചേരി സ്വദേശി മുജീബാണ് ചാടിയത്. ഓട്ടോ നിർത്തിയ ശേഷം പാളത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. പാലക്കാട് ചിറ്റൂർ കമ്പാലത്തറയിൽ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ CPM ലോക്കൽ സെക്രട്ടറിയും പ്രതി. പെരുമാട്ടി LIC സെക്രട്ടറിയായ ഹരിദാസനെയാണ് പ്രതി ചേർത്തത്. സ്പിരിറ്റ് എത്തിച്ചത് ഹരിദാസ് ആണെന്ന് മുഖ്യപ്രതി കണ്ണയ്യൻ മൊഴി നൽകിയിരുന്നു. വയനാട് കമ്പളക്കാട് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണെന്നാണ് സംശയം. 1-ാം മൈൽ റോഡിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇസ്രയേലിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചെന്ന് സംവിധായകൻ ബ്ലെസ്സി. ഈ മാസം ഡിസംബറിൽ നടക്കുന്ന വെലൽ ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണമാണ് നിരസിച്ചത്. ഫലസ്തീനികൾ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാണ് ക്ഷണം നിരസിച്ചത്. ഇന്ത്യയിൽ EDയെ ഭയന്നാണ് കലാകാരന്മാർ നിശബ്ദത പാലിക്കുന്നതെന്നും ബ്ലെസ്സി പ്രതികരിച്ചു. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ. സഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്നവർ പക വീട്ടാൻ സാധ്യതയുണ്ട്. ഇത് വർഗീയ സംഘർഷത്തിന് വഴിവെക്കും. പ്രതികൾ പ്രധാന സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്നും കേരളം. കേസിലെ 5 പ്രതികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഏഷ്യയിലെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിലേത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. 300-ലധികം ഏക്കറിൽ ഒരുക്കിയിട്ടുള്ള പാർക്കിൽ തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശത്തു നിന്നുമുള്ള മൃഗങ്ങളെ എത്തിക്കും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് മേഖലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിർമ്മാണ സ്ഥലത്തേക്ക് വന്ന വാഹനങ്ങൾ നാട്ടുകാർ തടയുകയാണ്. നെല്ല് സംഭരണത്തിൽ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മില്ലുടമകളുമായി ചർച്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ആദ്യഘട്ടത്തിൽ ധനമന്ത്രി, കൃഷിമന്ത്രി, ഭക്ഷ്യമന്ത്രി എന്നിവർ മില്ലുടമകളുമായി ചർച്ച നടത്തി. കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇന്റർ സ്കൂൾ ബാപ്പുജിയൻ ഫെസ്റ്റ് സമാപിച്ചു. ഓവറോൾ കിരീടം കൂത്താട്ടുകുളം ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരസ്ഥമാക്കി. 2ാം സ്ഥാനം ബാപ്പുജി പബ്ലിക് സ്കൂൾ വഴിത്തലയ്ക്കാണ്. കൂത്താട്ടുകുളം ബാപ്പുജി സ്കൂൾ ജനറൽ മാനേജർ മേരി സാമുവൽ ട്രോഫികൾ സമ്മാനിച്ചു.
രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ കേരളം പതറുന്നു. മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിലാണ്. ബാബ അവരാജിത്തും അഹമ്മദ് ഇമ്രാനുമാണ് ക്രീസിലുള്ളത്. കേരളത്തിനായി അങ്കിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. ഇനി 0 ഓവർ തുടരും. തന്നെ ആവശ്യം. Show credits brought to you by Luker Eco Green wires and cables from Luker. Luker cables and wires. Super League Kerala Season 2 കാണുക Sony 10/2williamsports.com-ലും. ICL Finco, the intelligent choice. കേടായ പല്ലുകൾ നമുക്ക് ശരിയാക്കണ്ടേ? ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. Rejmax Finvest, പൊന്നിലൂടെ മുന്നേറൂ. Uselot.ai Personality and Career Test, empowering career decision with artificial intelligence. Supra Pacific Financial Services Limited, a BSE listed NBFC. Hawaii Steel Doors and Windows, the global standard doors and windows. വെറും 5 മിനിറ്റ് കൊണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാം. ബ്ലൂ ലൈൻസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ നൗ. Lovase Innerwear for ladies and kids. എല്ലാ പ്രവാസികളും ഒട്ടും കാത്തു നിൽക്കാതെ നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരുക, ചേർത്തു പിടിക്കുക. നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളൊക്കെ സംസുഖ എന്ന് വിളിക്കുന്ന സംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ. ശരിക്കും ദുബായിയുടെ വളർച്ച നമ്മൾ വളർന്ന വരുന്ന ദുബായിയുടെ വളർച്ച നമ്മൾ കണ്ട് വന്നതാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പൊതുവെ നമ്മുടെ കൽപ്പഞ്ചിൻ്റെ ഭാഗത്തുള്ള ആളുകളായിരുന്നു അന്ന് തന്നെ ഷെഹ്റാസിൻ്റെ പാലസിലും അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെ. ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സ് ക്രിയേറ്റീവ് ഉണ്ടാവുള്ളൂ. അതിവർ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടി നഗരം മുന്നോട്ട് പോവുക. ജീവിതം പറഞ്ഞ ഷംസുദ്ദീൻ ബിൻ മുഹീദ്ദീൻ. 1 സ്റ്റോറി പോഡ്കാസ്റ്റ് മീഡിയ 1 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ. സുറാവിലേക്ക് വീണ്ടും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് അവഗണിച്ച് കേരളത്തിൽ SIR നടപടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്യോഗസ്ഥ പരിശീലനം തുടങ്ങും. എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ നവംബർ 4 മുതൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന്. SIR ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് കോൺഗ്രസ്. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ വിവാദം കൊഴുക്കുന്നു. കരാറില്ലാതെ സ്റ്റേഡിയം കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് GCDA. തീരുമാനമെടുത്തത് സെപ്റ്റംബർ 25-ന് ചേർന്ന GCDA യോഗത്തിൽ. കരാറിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ വീണ്ടും ഒഴിഞ്ഞുമാറി മന്ത്രി V. അബ്ദുറഹ്മാൻ. ഉത്തരവ് നിലവിലുണ്ട്, അതിൽ കൃത്യമായി പറഞ്ഞു. സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായെന്നും സ്റ്റേഡിയത്തിൽ അപാകതകൾ കണ്ടെത്തിയിരുന്നെന്നും മന്ത്രി. സ്പോൺസർ ഇറക്കിയ പണത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. PMC പദ്ധതിയിൽ അറിയിക്കാതെ ഒപ്പിട്ടതിലെ നാണക്കേട് മറന്ന് CPI വിട്ടുവീഴ്ചയ്ക്ക്. മന്ത്രിതല ഉപസമിതിയിലൂടെ ഒത്തുതീർപ്പിന് വഴങ്ങിയേക്കും. സമിതിയിൽ CPI മന്ത്രിമാരും അംഗമാകും. തുടർ നടപടികൾ സമിതിയുടെ നിരീക്ഷണത്തിലെത്തുന്ന CPM-ന്റെ ഉറപ്പ്. CPI ബഹിഷ്കരിക്കുക നാളത്തെ മന്ത്രിസഭായോഗം മാത്രം. തുടർ നടപടിയിൽ തീരുമാനം 4-ന് ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിൽ. LDF യോഗവും ചേരും. CPM ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ലെന്നും ഇനിയെല്ലാം കാത്തിരുന്ന് കാണാമെന്നും സണ്ണി ജോസഫ്. TP കേസ് പ്രതികളുടെ ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ അസാധാരണ നീക്കം. ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് അയച്ച കത്ത് പുറത്ത്. പ്രതികളെ വിടുതൽ ചെയ്താൽ സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്ന് കത്തിൽ. ദുരൂഹ നീക്കം ശിക്ഷാ ഇളവിനെന്ന് സൂചന. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് സണ്ണി ജോസഫ്. സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ നിയമവിരുദ്ധ നടപടികളും സ്വീകരിക്കുകയാണ്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായിട്ടും നേരിടുക തന്നെ ചെയ്യും.
എലപ്പുള്ളി പഞ്ചായത്തിൽ CPM പ്രതിഷേധത്തിനിടെ സംഘർഷം. പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു. പോലീസുമായി ഉന്തും തള്ളും. പഞ്ചായത്ത് ഉപരോധം മദ്യ പ്ലാന്റിനെതിരെ പ്രമേയം പാസാക്കാൻ യോഗം ചേരാനിരിക്കെ CPM നീക്കം ഒയാസിസിനുള്ള ഒത്താശയെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തറ വേല പറയില്ലേ, ആ തറ വേലയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടൊന്നും ജനങ്ങള് ഇവരെ വിശ്വസിക്കില്ല. 100% ഉറപ്പ്. പ്രതിഷേധം പഞ്ചായത്തിന്റെ ഭരണപരാജയത്തിലെന്ന് CPM. അത് പറയുന്നതിന് പകരം ഇന്ന് ഇത്തരത്തിൽ ഒരു നാടകം നടത്തുന്നത് പോലെ ഒരു ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെതിരെ കൂടിയാണ് ഈ സമരം. മലപ്പുറം ചന്ദനക്കാവിൽ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. അപകടം കാർ ബൈക്കിലിടിച്ചു. ബാലരാമപുരത്ത് സ്കൂൾ ബസ്സിൽ മിനി ലോറി ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മലപ്പുറത്തിന് അത്ലറ്റിക്സ് കിരീടം. ഓവറോൾ കിരീടം തിരുവനന്തപുരത്തിന്. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി ഒന്നാമത്. കായിക മേഖലയിലെ പ്രായ തട്ടിപ്പിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി. വിശദമായ വാർത്തയിലേക്ക്. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് GCDAക്ക് ഔദ്യോഗികമായി മന്ത്രിയുടെ കത്ത് ലഭിച്ചു. പിന്നാലെ സെപ്റ്റംബർ 25 ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്താണ് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്നും വിശദീകരണമുണ്ട്. ISL കലൂരിൽ തന്നെ നടക്കുമെന്നും GCDA നടപടികളിൽ സുതാര്യതയില്ലെന്ന് ഉമാ തോമസ് MLAയും പറഞ്ഞു. GCDAയുടെ ജനറൽ കൌൺസിൽ മെമ്പറായ തന്നെ ഒരു യോഗത്തിനും വിളിച്ചിട്ടില്ല. സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നുവെന്നും ഉമാ തോമസ് പറഞ്ഞു. പല കാര്യങ്ങളും എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിങ്ങിൽ വിളിച്ചിരിക്കുന്നത്. നിലവിലെ MLA എന്ന നിലയിൽ എനിക്ക് ആദ്യ തൊട്ട് തന്നെ ആ ഒരു ക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ GCDA എന്നെ ഇപ്പോഴാണ് ഗവൺമെൻറ് ഓർഡർ വന്നത് എന്നാണ് പറഞ്ഞത്. 30,000 കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിന്ന് അതിൻ്റെ സ്ട്രെങ്ത് കുറച്ചിട്ട് 30,000 ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് കുറഞ്ഞത്? അത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ. ഈ സ്ട്രെങ്ത് കൂട്ടുന്ന വർക്കാണോ ഇവിടെ നടക്കുന്നത്? സ്ട്രെങ്ത് കൂട്ടാൻ എന്ത് രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത്? ഇതാരെങ്കിലും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അതോ GCDA ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു ചാനലുകാരന് കൊടുത്തിട്ട് ഇതങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് ഇത് ചെയ്യുക? പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ്, ഒരാൾ 70 കോടി രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റിട്ടേൺസ് കൊടുക്കേണ്ടത്? സിജോ വർഗീസ് ചേരുന്നു. സിജോ, ഉമാ തോമസ് MLA ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട്. മാത്രവുമല്ല, ഇതുവരെ ഒരു മീറ്റിംഗിലോ മറ്റു കാര്യങ്ങൾക്കോ അവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പറയുന്നുണ്ട്. ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും MLA എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ? മെസ്സിയുടെ വരവും അർജന്റീന ടീമിന്റെ കളിയും ഇതെല്ലാം സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ GCDA ഇത്തരം ഒരു കൈമാറൽ നടത്തിയിരിക്കുന്നത്. അതായത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾ നടത്താനായി കൈമാറിയിരിക്കുന്നത്. ഇത് സ്പോൺസർ കൂടി പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സഹകരണത്തോടു കൂടി തന്നെ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. GCDAക്ക് ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ സർക്കാരിന്റെ കത്തുകൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 25 ചേർന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് GCDA ഒരു വിശദീകരണം നൽകുന്നത്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ ഉമാ തോമസ് MLA ഉന്നയിക്കുന്നത്. അതായത് GCDAയുടെ ജനറൽ കൌൺസിൽ മെമ്പർ കൂടിയാണ് ഈ സ്ഥല MLA കൂടിയായ ഉമാ തോമസ് MLA. പക്ഷേ ഇത്തരത്തിലൊരു കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉമാ തോമസ് MLA ഉന്നയിക്കുകയും ചെയ്യുന്നത്. സ്റ്റേഡിയത്തിന്റെ കലക്ഷയമടക്കം നേരത്തെ തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലക്ഷയം അത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങളാണോ നടപടികളാണോ നടക്കുന്നത്? ഇക്കാര്യത്തിൽ
ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന് സ്പോൺസറുടെ പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള പരിശോധിക്കണം. കരാർ ഒപ്പിട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വിശദീകരണക്കുറിപ്പിൽ കാര്യങ്ങളെല്ലാം തന്നെ GCDA വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇത്തരം അവ്യക്തതകളിൽ അത് നീക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷ ഒരുക്കുമെന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുമെന്ന് പറയുമ്പോഴും തനിക്കും ഒരു അപകടം പറ്റിയിട്ടുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൽ വെച്ച്. ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തനിക്കൊരു അപകടം പറ്റിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുരക്ഷയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത്രയധികം ആളുകൾ, അപ്പോൾ താൻ പങ്കെടുത്ത പരിപാടിയിൽ അധികമായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സ്റ്റേഡിയത്തിൽ എത്താൻ സാധ്യതയുണ്ടായിരുന്നു. അത്തരം ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ആളുകളൊക്കെ എത്തിയാൽ അത് എങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സുരക്ഷാ നടപടികൾ ഉണ്ടാക്കാനാകും എന്നുള്ള ഒരു കാര്യം കൂടി MLA പങ്കുവെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ GCDയുടെ നടപടികളിൽ സുതാര്യത ഇല്ല എന്നുള്ളതാണ്. ഈ സുതാര്യത ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ദുരൂഹത ഇനിയും ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സ്റ്റേഡിയത്തിന്റെ അകത്തും പുറത്തും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സ്റ്റേഡിയത്തിന് പുറത്ത് നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിനാണ് ഇതിന് അനുബന്ധമായി പുറത്ത് സ്ഥലങ്ങളുള്ളത്. പക്ഷെ അവിടെയെല്ലാം മരങ്ങൾ മുറിച്ചു നീക്കുകയും മരത്തിന് ചുറ്റും നിർമ്മിതികൾ ഉണ്ടാക്കിയും ഒപ്പം തന്നെ മതിലുകൾ കെട്ടിയും കോൺക്രീറ്റ് തരത്തിൽ കോൺക്രീറ്റ് വിരിച്ച് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം എല്ലാ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം IB-യുടെ MP അതാണ് പറഞ്ഞത്. അതായത് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. GCDA ഇപ്പോഴും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാകുമെന്നൊക്കെ ഉറപ്പു നൽകുമ്പോഴും ആ ദുരൂഹതകൾ മാറുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആ രീതിയിലായിരിക്കുമോ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ആ ആരോപണം ഉയർത്താനും പോകുന്നത്? മാത്രമല്ല, ഇവിടെ GCDA പറയുമ്പോഴും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. നവംബർ വരെയുള്ള പണി എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എന്താകുമെന്നതിലൊക്കെ ആശങ്കയുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ഈ ആശങ്കകളെല്ലാം ഉയർത്തിയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കായിരിക്കുമോ ഇനി കോൺഗ്രസ് കടക്കുന്നത്? തന്നെ അത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചനകൾ കോൺഗ്രസ് നേരത്തെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇത്രമാത്രം ഒന്ന്, ഈ അർജന്റീൻ ടീമിനെ കൊണ്ടുവരാനുള്ള പ്രാരംഭ ചെലവ് ഏതാണ്ട് 130 കോടി എന്ന് പറയുന്നു. ഈ സ്റ്റേഡിയം നവീകരണത്തിന് 70 കോടി രൂപ ചെലവാക്കുന്നു. 70 കോടി രൂപ വിനിയോഗിക്കുമ്പോൾ അർജന്റീൻ ടീമിന്റെ വരവ് അത് അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. വീണ്ടും മാർച്ചിൽ വരുമെന്ന് അവർ വീണ്ടും സംഘാടകർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനുള്ള കാലാവധി നവംബർ 30 തീരുകയാണ്. അതിനുശേഷം ഈ സ്റ്റേഡിയം GCDAക്ക് കൈമാറുമെന്ന് സ്പോൺസർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനുശേഷം പിന്നീട് മത്സരങ്ങൾ നടത്തണമെങ്കിൽ അത് സർക്കാരിന് തീരുമാനിക്കാം എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം നിർമ്മാണം നടത്തിയിട്ടുണ്ട്, ഇതിന് മുടക്കിയ ഫണ്ട് തുക, അതിന്റെ ഉറവിടം, അത് എങ്ങനെയാണ്, സ്പോൺസറെ എന്ത് രീതിയിലാണ് സർക്കാർ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മറന്നിച്ച് പുറത്തു വരേണ്ടതുണ്ട് എന്നും പറയുന്നു. പക്ഷെ അതേസമയം തന്നെ GCDA നൽകുന്ന വിശദീകരണക്കുറിപ്പിൽ ഈ മത്സരം നടത്താനുള്ള അനുമതി 17/2/2024 നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ GCDA സർക്കാർ ചുമതലപ്പെടുത്തുന്നത്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട കൊച്ചിയിലെ കേന്ദ്രീകരിച്ചെടുക്കുന്ന വ്യാപാര ടൂറിസം സാധ്യതകൾ വർദ്ധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ കായിക പ്രേമികൾക്ക് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗം എന്ന നിലയിലൊക്കെയാണ് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 15 തന്നെ GCDA ചെയർമാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നുണ്ട്. 50,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാനാകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ്. അതുപോലെ തന്നെ FIFA സ്റ്റാൻഡേർഡ് ടർഫൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുന്നത്. പിന്നീട് ഈ കായിക വകുപ്പ് മന്ത്രിയുടെ കത്ത് GCDAക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ മത്സരം നടത്താം, അതിന് സജ്ജനാവണം, GCDAയുടെ സഹകരണത്തോടുകൂടി വേണം നടത്താൻ. ഇതുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി മുമ്പോട്ട് പോവുക എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കായിക വകുപ്പ് മന്ത്രിയുടെ കത്തും ലഭിക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു, സുരക്ഷാ പരിശോധനകൾ നടക്കുന്നു, അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി ഈ നവംബർ 30 തന്നെ പണി പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. അതിനകത്ത് തന്നെ പണി പക്ഷേ അതിലും വ്യക്തതയില്ല എന്നുള്ളതാണ്. നവംബർ 30 നിർമ്മാണം പൂർത്തിയാക്കുമെന്നൊക്കെ GCDA പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സ്പോൺസറുമായിട്ട് കരാറുണ്ട് എന്നതിലൊക്കെ അവ്യക്തത തുടരുകയാണ്. ISL ഉൾപ്പെടെ നടക്കാനിരിക്കെ നിർമ്മാണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിലും വ്യക്തതയില്ല. ആ തരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയും അവ്യക്തതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തുന്നത്. ഉമാ തോമസ് ആണ് ഈ കാര്യങ്ങളിൽ, ഈ നടപടികളിൽ വ്യക്തതയില്ലെന്നും സുതാര്യമല്ലെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IB-യുടെ MP ഉൾപ്പെടെയുള്ള നേതാക്കളും വിഷയത്തിൽ ഇതേ പ്രതികരണം നടത്തിയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ യാതൊരു തരത്തിലുമുള്ള കരാറ് GCDAയും ഇല്ലെങ്കിൽ സ്പോൺസറുമായി ബന്ധപ്പെട്ടോ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയും സംശയവും നിലനിൽക്കുന്ന സാഹചര്യമാണ്. സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.
കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ GCDA കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ടീമും സംസ്ഥാന സർക്കാരും പരിശോധിച്ചു. സ്റ്റേഡിയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ പോരായ്മയുണ്ട്. അത് പൂർത്തീകരിച്ച് ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കും. സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ GCDA കൃത്യമായി തന്നെ ഇന്നലെ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട GCDA ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു. രണ്ടാമതൊരു കാര്യം, ഈ നവംബർ 17 കളിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞു, അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ട് തീർച്ചയായും നിങ്ങൾ അറിയിക്കും. കലൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യം GCDA പറഞ്ഞു തന്നെയാണ്. അതിൽ മറ്റൊരു വ്യത്യാസം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിൻ്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു. അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തി. മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ്. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിയാണ്. നോക്കോ, അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിൻ്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞു. CMRL എക്സാലോജി കരാറിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. നവംബർ 3-നാണ് വാദം കേൾക്കുക. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിവരം. നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കും CMRL പ്രതിഫലം നൽകി എന്ന് ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ MR അജയൻ ഹൈക്കോടതിയിൽ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കും മകൾ T വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും അവർ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നതാണ്. എതിർകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ഈ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ കഴമ്പില്ല, ഏറെ നാളത്തെ പൊതുജീവിതം സുതാര്യമാണ് എന്നതൊക്കെയാണ് മുഖ്യമന്ത്രി നൽകിയ സത്യവാങ്മൂലം. ഒപ്പം തന്നെ വനിതാ സംരംഭക എന്നുള്ള നിലയ്ക്ക് തന്നെ മോശക്കാരിയാക്കാനുള്ള ശ്രമമാണ് കുറെ നാളുകളായി നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് T വീണ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് സത്യവാങ്മൂലം നിലനിൽക്കെ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് ഹർജിക്കാരന്റെ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൂടി, ഒരു എതിർ സത്യവാങ്മൂലം കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി അതിന്റെ ഒരു സാങ്കേതിക നടപടി എന്നുള്ള നിലയ്ക്ക് അതിന്റെ വിശദമായ വാദം കോടതിയിൽ നടക്കേണ്ടതുണ്ട്. ആ വാദത്തിന് വേണ്ടിയാണ് ഇപ്പോൾ 3-ാം തീയതി കേസ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ CMRL ഇന്ന് കോടതിയിൽ അറിയിച്ചൊരു കാര്യം, ഈ മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും ആ ആവശ്യം തള്ളിയിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ CMRL ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത നവംബർ മാസം ആദ്യം, അതായത് നവംബർ 3-ന് ഹൈക്കോടതിയിൽ വിശദമായ ഒരു വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പിൽ എത്തുക. ധന്യവാദം. ശരി മുസ്തഫ. SIR നടപ്പിലാക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ കളിപ്പാവയാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപനങ്ങളെ അനുവദിച്ചുകൂടാ എന്നും 2ാം ഘട്ട SIR പ്രക്രിയയ്ക്കെതിരെ എല്ലാവരും യോജിച്ച് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷിജോ കുര്യൻ ചേർന്നു. ഷിജോ, SIR-നെതിരെ നമുക്കറിയാം രാജ്യവ്യാപകമായി പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൽ സുപ്രീം കോടതിയിൽ കേസിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ധന്യ, നമുക്കറിയാം ബീഹാറിൽ നടപ്പിലാക്കിയ SIR-ന്റെ ഭരണഘടനാ സാധുതയടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ആ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം നടക്കാൻ പോവുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അത്
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. അപ്പോൾ അതുപോലും കേൾക്കാതെ ഇപ്പോൾ ഇത് അസാധ്യമാണ് എന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടും ഇത് കേരളത്തിലടക്കം നടപ്പിലാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇതത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല. അതായത് ഇത് ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലായിട്ട് കാണേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു തരത്തിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പിലാക്കരുത് എന്നുള്ള കാര്യങ്ങൾ തന്നെ നേരത്തെ വിവിധ പാർട്ടികൾ UDF ആയാലും CPM ആയാലും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. കേരള നിയമസഭ ഇതിനെതിരെ ഒന്നടങ്കം പ്രമേയം പാസാക്കിയതാണ്. അതിനിടയിലാണ് ബീഹാറിലെ SIR നടപ്പിലാക്കിയ ഭരണഘടനാ സാധുതയടക്കം പരിശോധിക്കുന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണനയിലേക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയില്ല. ഇതിനെതിരെ ഒന്നടങ്കം എല്ലാവരും രംഗത്ത് വരണം എന്നുള്ളൊരു ആഹ്വാനം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട്. ഇത് ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സംശയ നിഴലിലാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നുള്ള വിമർശനം കൂടി മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരണം എന്നുള്ള ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നടത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേഗത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ തീയതിക്കനുസരിച്ച് തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കം ഇതിനോടൊക്കെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. എന്തായാലും രംഗത്ത് വന്നാലും ഈ സംവിധാനങ്ങൾ തെറ്റുകൂടാത്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവെക്കുന്നത്. എന്തായാലും ഇതിനെതിരെ UDF-ഉം CPM-ഉം എല്ലാവരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ സംസ്ഥാനം നടപ്പിലാക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എന്തായാലും ഈ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ജനങ്ങളുടെ വെല്ലുവിളിയാണ് എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ധന്യ. ശരി ഷിജു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്ക് റാന്നി കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. നന്ദുഷ ചേരുന്നു. നന്ദുഷ, അത് അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇതിലേക്കാണ് SIT കടക്കുന്നത്. കാരണം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒരു ആദ്യഘട്ടം കഴിഞ്ഞതാണ്, രണ്ടാം ഘട്ടത്തിലേക്ക് കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ SIT എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏത് ഘട്ടത്തിലെത്തി? SITയെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ അന്വേഷണം നടക്കുന്നു? തീർച്ചയായും തന്നെ ഇന്ന് 10 കൂടിയാണ് SIT സംഘം മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. 2 കേസുകളിലാണ് നിലവിൽ മുരാരി ബാബു പ്രതിയായിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടുള്ള 2 കേസുകളിലാണ് നിലവിൽ മുരാരി ബാബുവും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. സ്വർണ്ണപ്പാളി കേസിൽ 2-ാം പ്രതിയും അതോടൊപ്പം സ്വർണ്ണത്തിൻ്റെ കട്ട്ള കേസിൽ 7-ാം പ്രതി കൂടിയാണ് മുരാരി ബാബു. ഏതായാലും അദ്ദേഹം നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം അല്ലെങ്കിൽ SIT സംഘം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പരിഗണിച്ച ശേഷം 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ നിലവിൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും SIT സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരെയും ഇരുത്തി ഉള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്. അത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരിക്കും നടക്കുകയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും. നമുക്കറിയാം അടുത്ത മാസം നവംബർ 17 കൂടി സീസൺ ആരംഭിക്കുകയാണ്, മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാനുള്ള നീക്കവുമായി അതിവേഗ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് SIT സംഘം. ഏതായാലും നിലവിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത മുരാരി ബാബുവിനെയും കൊണ്ട് SIT സംഘം ഈഞ്ചക്കലേക്ക് യാത്ര തിരിക്കും. നമ്മളിപ്പോൾ റാന്നി കോടതിയിലാണുള്ളത്. റാന്നി കോടതിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാന്നി കോടതിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ മുരാരി ബാബുവുമായി SIT സംഘം ഈഞ്ചക്കലേക്ക് തിരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം മുരാരി ബാബുവുമായി ബന്ധമുണ്ടായിരുന്ന ആ സമയത്ത് സർവീസിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈമുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും SIT സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ അതിവേഗത്തിലുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് SIT സംഘം നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്ത് വെച്ചായിരിക്കും ഇരുവരെയും ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പത്തനംതിട്ടയിലെ വിവിധ കേന്ദ്രങ്ങളിലും എത്തിച്ച് ഇരുവരെയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. സന്നിധാനത്തേക്കും വരും ദിവസങ്ങളിൽ, അതായത് ഇരുവരുടെയും കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഇരുവരെയും സന്നിധാനത്തെത്തി തെളിവെടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ SIT സംഘം തന്നെ. ശരി നന്ദുഷ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ കേരളത്തിലെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ലെന്നും രാഷ്ട്രീയകാര്യ സമിതിയും KPCC യോഗങ്ങളും നടക്കുന്നില്ലെന്നും നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. KPCC പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിലും നേതാക്കൾക്ക് അമർഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോഴും KPCC സെക്രട്ടറിമാരായില്ല. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലും ആശയവിനിമയമില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി.
PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണ്, എല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പട്ടിക വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടറിമാർ പോലും ഇതുവരെ ആയിട്ടില്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഹൈക്കമാൻഡിനെ പൂർണ്ണമായി അറിയിച്ചെന്നാണോ അറിയുന്നത്? എന്തായിരിക്കും ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്? അതന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാകെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് കടുത്ത അതൃപ്തി കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതൃപ്തി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ കൂടിയാലോചനകൾ പാർട്ടിയിൽ നടക്കുന്നില്ല എന്നതാണ്. പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ മാത്രമാണ് മുതിർന്ന നേതാക്കൾ അടക്കം അറിയുന്നതിന് വിമർശനമാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിലടക്കം വലിയ വിമർശനം യോഗത്തിൽ ഉയർന്നിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പാർട്ടിയെ തന്നെ ബാധിക്കുന്നു എന്നതാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ തന്നെ KPCC യോഗങ്ങളും ചേരുന്നില്ല എന്ന വിമർശനം കൂടി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതുകൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ കൃത്യമായ ആശയവിനിമയം നടത്തുന്നില്ല എന്ന വിമർശനമാണ് യോഗത്തിൽ മുതിർന്ന നേതാക്കൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ KPCC ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക വന്നപ്പോൾ അടക്കം വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് പല നേതാക്കൾ ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ KPCC സെക്രട്ടറിമാരുടെ പട്ടിക ഇതുവരെ പുറത്തുവിടാൻ സാധിക്കാത്തത് പാർട്ടിയുടെ വീഴ്ചയെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ ഇക്കാര്യങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡിന് എന്ത് തീരുമാനമെടുക്കും, അതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്തെന്നതാണ് ഇനി ഏറെ ശ്രദ്ധേയം. എന്തായാലും KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്നു. പാർട്ടി കൃത്യമായ യോഗങ്ങൾ ചേരുന്നില്ല, മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്ന വിമർശനം കൃത്യമായി ഈ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും അല്പസമയം മുമ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ പോയ മുരളീധരൻ അടക്കം ചൂണ്ടിക്കാണിച്ചത് തങ്ങൾക്ക് അതിർത്തികളൊന്നും ഇല്ല എന്നതാണ്. പക്ഷേ അതിർത്തിയുണ്ട്. ആ അതിർത്തികൾ ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഈ മുതിർന്ന നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. കൃത്യമായ കൂടിയാലോചനകളോ അല്ലെങ്കിൽ യോഗമോ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളോ ചേരുന്നില്ല എന്നതാണ് നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് പ്രവർത്തനങ്ങൾ കൃത്യമായ ആശയവിനിമയം പ്രതിപക്ഷ നേതാവിനോട് പോലും നടത്തുന്നില്ല എന്ന വിമർശനം കൂടി നേതാക്കൾ ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ധന്യ. ശരി അരവിന്ദ്. തെക്കൻ ജില്ലകളിൽ കനത്ത മഴ. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്? ദിവ്യ, അറബിക്കടലിനും മുകളിലായിട്ട് അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോന്ത ചുഴലിക്കാറ്റ് കരയോടടുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ മോന്ത ചുഴലിക്കാറ്റ് സംസ്ഥാനത്തെ ബാധിക്കില്ലെങ്കിൽ പോലും വ്യാപക മഴയ്ക്കുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവിടെ അലേർട്ടുകളിൽ 3 മണിക്കൂറിൽ വരുന്ന അലേർട്ടുകളിലാണ് ചില മാറ്റങ്ങളുള്ളത്. നിലവിൽ കേരളത്തെ ഇന്നത്തെ അലേർട്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്, യെല്ലോ അലേർട്ടാണ്. എന്നാൽ മണിക്കൂറുകൾ 3 മണിക്കൂറിൽ ഇടവിട്ട് വരുന്ന അലേർട്ടുകളിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 3 തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ മഴ ശക്തമായിരുന്നു. ഇത്തരത്തിൽ ന്യൂനമർദ്ദത്തിന്റെയും അതുപോലെ തന്നെ മോന്ത കരയോടടുക്കുന്നതിന്റെ ഒരു ബംഗാൾ ഉൾക്കടലിലെ ഒരു മാറ്റമാണ്. അത് കരയോടടുക്കുന്നതിന്റെ കൂടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് ഇടവിട്ടുള്ള ഈ ഒരു ശക്തമായിട്ടുള്ള മഴ. ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റും കേരളത്തിൽ വീശാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ കാറ്റും മഴയും ഇടിമിന്നലും കേരളത്തിൽ തുലാവർഷത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടത്. എന്നാൽ നാളെയോടുകൂടി ഈ മഴയ്ക്കൊരു ശമനമുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ധന്യ. ശരി സനിസ. കാട്ടാനശല്യം രൂക്ഷമായതോടെ തിരുവനന്തപുരം ബിതുര മണലിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കാട്ടാന ആദിവാസികളുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണെന്ന് പരാതി. പരിക്കേറ്റ കാട്ടാനയെ ചികിത്സിച്ച ശേഷം വനംവകുപ്പ് കാട്ടിലേക്ക് കയറ്റിവിട്ടിരുന്നു. കാട്ടാനയെ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സരിസ ചേരുന്നു. സരിസ, എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ?
ധന്യ, ഈ വിതുര മണലി പ്രദേശം എന്ന് വെച്ചാൽ കാണിക്കാർ എന്നൊരു ആദിവാസി വിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പാലോട് ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഈ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു എന്നതാണ് പരാതി. കഴിഞ്ഞ 15 ദിവസം മുൻപ് ഇത്തരത്തിൽ ഇവർ കഞ്ഞിവെച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഈ കാട്ടാനയെ അവിടെ നിന്ന് മാറ്റുമെന്ന് ഉറപ്പ് കൊടുത്തതാണ്. എന്നാൽ ഈ പരിക്ക് പറ്റിയ കാട്ടാനയെ വീണ്ടും മരുന്ന് വെച്ച് ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇറക്കിവിടുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാട്ടാന ഇവരുടെ കൃഷി വീണ്ടും നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് അവിടെയുള്ള ആദിവാസികൾ, കൃഷിക്കാരായിട്ടുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി മുൻപോട്ട് വന്നത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. DFO അതുപോലെ തന്നെ ഈ നാട്ടുകാരും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു, അധികൃതരും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതിലൊക്കെ ഇപ്പോൾ കാട്ടാനയെ മാറ്റാമെന്ന് ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 15 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് മാറ്റാമെന്നായിരുന്നു ആദ്യം നൽകിയ ഉറപ്പ്. എന്നാൽ അതിനോട് നാട്ടുകാർ അത് സമ്മതിക്കുന്നില്ല. ഇത്തരത്തിൽ ഉൾവനത്തിലേക്ക് കയറ്റുകയാണെങ്കിൽ വീണ്ടും കൃഷി നശിപ്പിക്കാനുള്ള ശ്രമമാണ് കാട്ടാനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അത്തരത്തിലാണ് അവരുടെ ഒരു ചരിത്രം എടുത്താൽ തന്നെ അവർക്ക് വ്യാപകമായിട്ട് ഇത്തരത്തിൽ കാട്ടാന ഉണ്ടാവുകയും അതിനെ ഫോറസ്റ്റുകാർ പിടിച്ചാലും പരിക്കു പറ്റിയാലും തിരിച്ച് കാട്ടിലേക്ക് അയക്കുകയും വീണ്ടും ഇവരുടെ കൃഷി നശിക്കുന്നതുമാണ് അവിടെ ഉള്ള ഒരു സ്ഥിരം കാഴ്ച. ഇതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഉൾവനത്തിലുള്ള കാട്ടാനയെ RRT സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ഇവരുടെ ആവശ്യം കാട്ടാനയെ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ്. ഇനിയും ഉൾവനത്തിലേക്ക് ഇറക്കിവിട്ടാൽ കാട്ടാന വീണ്ടും വന്ന് ഇവരുടെ കൃഷി നശിപ്പിക്കും. അതുകൊണ്ട് കാട്ടാനയെ അവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ധന്യ. ശരി സനിസ. അറ്റകുറ്റപ്പണികൾക്കായി ഇടുക്കി മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കുന്നു. അടുത്ത മാസം 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പവർ ഹൌസ് അടയ്ക്കുന്നതോടെ ദിവസം 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. ആഷിഖ് ചേരുന്നു. ആഷിഖ്, മൂലമറ്റം അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് ഇടുക്കിയിലെ മൂലമറ്റം പവർ ഹൗസ്. ഇടുക്കി ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ. ഇതിന്റെ പ്രവർത്തനം, പവർ ഹൗസിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൂർണ്ണമായും ഷട്ട് ഡൌൺ ചെയ്തുകൊണ്ട് ഒരു അറ്റകുറ്റപ്പണികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. നിരവധി തവണ ഇതിനുവേണ്ടി പവർ ഹൗസ് അധികൃതർ സർക്കാരിനോടും മറ്റ് സംവിധാനങ്ങളോടും അപേക്ഷ വെച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പല ഘട്ടങ്ങളിലായി നിരസിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ അനുമതികളോടും കൂടി ഈ നവംബർ 11-ന് പവർ ഹൗസ് പൂർണ്ണമായും ഷട്ട് ഡൌൺ ചെയ്യും. 1 മാസം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പവർ ഹൗസ് അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അതേസമയം ഏതാണ്ട് ദിവസം 600 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉൽപാദനത്തിൽ കുറവുണ്ടാകുമെന്നാണ് KCB ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തെ സാരമായി തന്നെ ബാധിച്ചേക്കും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം ഇടുക്കി ഡാമിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിന്റെ അളവിൽ കുറവുണ്ടാകും. ശക്തമായ മഴ കൂടിയുള്ളതിനാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇടുക്കി ഡാമിൽ നിന്ന് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം തുറന്നുവിടുന്ന തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെ ജലനിരപ്പ് താഴാനും സാധ്യതയുണ്ട്. അങ്ങനെ മധ്യ കേരളത്തിൽ സമൂലമായി, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയും പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മൂലമറ്റം അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് KCB കൈക്കൊണ്ടിട്ടുള്ളത്. ഏതാണ്ട് 1 മാസത്തോളമാണ് ഈ അറ്റകുറ്റപ്പണി നീണ്ടുപോവുക എന്നാണ് KCB പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടുപോയാൽ ഒരുപക്ഷെ വലിയ പ്രതിസന്ധി വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായേക്കാം. തന്നെയാണ്. ശരി ആഷിഖ്.